ഹായ് എവ്രിബഡി, പീരിയോഡിക് ട്രെൻഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെഷനിൽ നമ്മൾ സ്പെസിഫിക്കലി അറ്റോമിക് റേഡിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ദർ ഈസ് അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ കാര്യങ്ങളെ പറ്റി നമ്മൾ അടുത്ത വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് ഈസ് ആക്ച്വലി അറ്റോമിക് റേഡിയസ്? നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്? ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, എനിക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് മൈ ന്യൂക്ലിയസ്, ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് വിത്ത് 1 proton in it ആൻഡ് ഒരു ഷെൽ ഉണ്ടാവുമല്ലോ. യെസ്, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്, ദിസ് ഇസ് മൈ ഇലക്ട്രോൺ. ഇനി ഈ ന്യൂക്ലിയസിൻ്റെ സെൻട്രലിൽ നിന്ന് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുമായിട്ടുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ഞാൻ അറ്റോമിക് റേഡിയസ് എന്ന് വിളിച്ചു പോരുന്നത്. അല്ലേ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നോക്കൂ, ഇവിടെ ഞാൻ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് വരയ്ക്കുകയാണ്. ഇതാ 1 പ്രോട്ടോൺ എന്ന് വരച്ചു ആൻഡ് ഞാനിവിടെ ഒരു ഷെല്ല് വരച്ചു. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇലക്ട്രോണിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? വേവ് നേച്ചർ ഉണ്ട് അല്ലേ? അതായത് നമ്മൾ ഈ ഓർബിറ്റലിൽ പറയുകയാണെങ്കിൽ പോലും ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന പ്രോബബിലിറ്റി മാത്രമാണ് അല്ലേ? നമുക്കൊരു സ്പെസിഫിക് ബൗണ്ടറി ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അറൗണ്ട് ഒരു 95% പ്രോബബിലിറ്റിയാണ് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു സ്പെസിഫിക് ബൗണ്ടറി ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറ്റോമിക് റേഡിയസ് ജനറലി മെഷർ ചെയ്യുന്നത് പിക്കോമീറ്ററിലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എഗെയിൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് റേഡിയസ് ആണ് മെഷർ ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ ഹൈഡ്രജൻ ഇങ്ങനെയല്ല എക്സിസ്റ്റ് ചെയ്യുക, ഹൈഡ്രജൻ H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം അല്ലേ? ഈ ഹൈഡ്രജനെ എനിക്ക് ഐസൊലേറ്റ് ചെയ്യണം. ഇതും കുറച്ച് എന്താണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഐസൊലേറ്റ് ചെയ്യണം, രണ്ടാമത് മെഷർ ചെയ്യുന്ന റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്, പിക്കോമീറ്റർ ആണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പെസിഫിക് ബൗണ്ടറി ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. സോ എങ്ങനെ നമുക്ക് ഈ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ പറ്റും? 3 ടൈപ്പിലാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് കോവാലന്റ് റേഡിയായി. കോവാലന്റ് റേഡിയൈ ആണ്, ഇവരെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തത് മെറ്റാലിക് റേഡിയൈ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വണ്ടർവാൾസ് റേഡിയൈ. വണ്ടർവാൾസ് റേഡിയസ് ആണ്. ഓക്കെ, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കോവാലന്റ് റേഡിയസ് അല്ലെങ്കിൽ കോവാലന്റ് റേഡിയൈ എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞു ഹൈഡ്രജനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം അല്ലേ? നോക്കൂ, ഇതാണ് എൻ്റെ ഹൈഡ്രജൻ മോളിക്യൂൾ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവരുടെ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ഇതാ ഇവിടെ ഈ ലെങ്ത് ഞാൻ മെഷർ ചെയ്യും. ഓക്കെ, ഈ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. എന്നിട്ട് എനിക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്നിട്ട് ഞാൻ ഇവരുടെ ഹാഫ് ദി ഡിസ്റ്റൻസ് ഞാൻ എടുക്കും. അതായത് ഇതാണ് എൻ്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വലി എനിക്ക് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഇതിൻ്റെ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് എടുത്താൽ മതി. അതായത് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബൈ എന്ത് ചെയ്യുക, 2 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ്റെ കോവാലന്റ് റേഡിയെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ആക്ച്വലി ഈ ഹൈഡ്രജൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാ കുറച്ചും കൂടെ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. ശരിയാണ്, നിങ്ങൾ ആലോചിച്ചത് ശരി തന്നെയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന കോവാലന്റ് റേഡിയൈ എന്തായിരിക്കും? ആക്ച്വൽ റേഡിയേക്കാളും എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും. ആക്ച്വൽ റേഡിയസിനേക്കാളും കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ എന്തുണ്ടാവും? ഓഫ് കോഴ്സ് ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ബോണ്ടിങ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ക്ലോറിൻ്റെയും കണ്ടുപിടിക്കാം അല്ലേ? ക്ലോറിൻ്റെ നിങ്ങൾ നോക്കിയേ, ദിസ് ഇസ് ദി ക്ലോറിൻ ആറ്റം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബൈ 2 എടുത്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് അറ്റോമിക് റേഡിയസ് ഓഫ് ക്ലോറിൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ്, ബോണ്ട് ലെങ്ത് ഓഫ് HCl ആണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? നോക്കൂ, ഹൈഡ്രജനും സിയലും ഓക്കെ, നിങ്ങൾക്ക് അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഓക്കെ, പകുതി എടുത്താൽ മതി. അപ്പോൾ ഇത് X എന്ന് വിചാരിക്കുക, ഇതെന്താണ്? ഇതിൻ്റെ അറ്റോമിക് റേഡിയസ് Y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ലെങ്ത് ഓഫ് HCl, ഈ ബോണ്ട് ലെങ്ത് ഓഫ് HCl നിങ്ങൾ സിംപ്ലി X+Y എന്ന് എഴുതിയാൽ മതിയോ? നോ, ദിസ് ഇസ് നോട്ട് കറക്റ്റ്.
അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് 2 ഹെറ്ററോ ആറ്റംസ് എ ബി എന്നുള്ള ടൈപ്പിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോണ്ട് ലെങ്ത് ഓഫ് എ ബി നോക്കൂ, ബോണ്ട് ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി പ്ലസ് എന്തായിരിക്കും 0.09 ഇൻടു ഡെൽറ്റ ഇ എന്നായിരിക്കും. എന്താണ് ഈ ഡെൽറ്റ ഇ എൻ? നോക്കൂ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതാണ് നമ്മുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് ലെങ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദിസ് വിൽ ബി ഇൻ ആങ്സ്ട്രോം. ആൻഡ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് റിലേഷൻ ഈസ് കോൾഡ് ഷൊമൈക്കർ-സ്റ്റെഫൻസൺ ഫോർമുല. ഓക്കെ, പേരൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഷൊമൈക്കർ-സ്റ്റെഫൻസൺ ഫോർമുല എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ബോണ്ട് ലെങ്ത് ഓഫ് എച്ച് എഫ് മോളിക്യൂൾ എന്നാണ്. അപ്പോൾ നോക്കൂ, എച്ച് എഫ് മോളിക്യൂളിൻ്റെ ഹെട്രോ ആറ്റം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് എനിക്ക് എന്ത് എഴുതാം? റേഡിയസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് റേഡിയസ് ഓഫ് ഫ്ലൂറിൻ പ്ലസ് 0.09. എന്തുകൊണ്ടാണ് ഞാൻ 0.09 എടുക്കുന്നത്? ആംസ്ട്രോങ്ങിലാണ് തന്നിരിക്കുന്നത്. ഇൻടു ഡെൽറ്റ ഇ എൻ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ബോണ്ട് ലെങ്ത് ഓഫ് ഫ്ലൂറിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1.44/2 ചെയ്താൽ മതി, വിച്ച് വിൽ ബി 0.72 വരും അല്ലേ? ആൻഡ് ഇത് ചെയ്യുകയാണെങ്കിലോ 0.74/2 ചെയ്യുകയാണെങ്കിൽ 0.37 എന്നും വരും. ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ പുട്ട് ദിസ് 0.37 പ്ലസ് 0.72 പ്ലസ് 0.09 ഇൻറ്റു ഡെൽറ്റ ഇ എൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മൈനസ് 2.1 എത്ര വരും? 1.9 എന്ന് വരും. ആൻഡ് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ 0.919 ആങ്സ്ട്രോം എന്ന് നിങ്ങൾക്ക് കിട്ടും. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കോവാലന്റ് റേഡിയസുമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി മെറ്റാലിക് റേഡിയസ് ആണെങ്കിലോ സെയിം കാര്യമാണ്. മെറ്റൽസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കണ്ടെത്തുക, ഇതിൻ്റെ പകുതി എടുക്കുക. അതായത് മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി മെറ്റൽ ബൈ എന്തായിരിക്കും? 2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? മെറ്റാലിക് റേഡിയ കിട്ടിക്കോളും. മെറ്റൽസിൻ്റെ കേസിലാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാണ്ടർ വാൾസ് റേഡിയസ്. ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞിരുന്നു ഹൈഡ്രജനും എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും അല്ലേ? അതേപോലെ ക്ലോറിനും ഒക്കെ എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യപ്പെടുന്നത് കാണപ്പെടും. ഓക്കെ, പക്ഷേ ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് നമ്മളുടെ നോബൽ ഗ്യാസ് ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ നിയോൺ എപ്പോഴെങ്കിലും ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നെവർ, റൈറ്റ്? Ne2 നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോബൽ ഗ്യാസസിൻ്റെ റേഡിയസ് മെഷർ ചെയ്യും? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നിയോണിനെ ഒരിക്കലും ഇവർ ബോണ്ട് ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും? വളരെ ക്ലോസ് ആയിട്ട് ഇവരെ കൊണ്ടുവരും. ഓക്കെ, അതായത് ഇവർ ഒരിക്കലും ബോണ്ട് ചെയ്യത്തില്ല. ലെറ്റ്സ് സേ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇവരെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാണ്ടർ വാൾ റേഡിയസ് എന്തായിരിക്കും? മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, അതായത് വാണ്ടർ വാൾ റേഡിയസ് ഓഫ് നിയോൺ ഇസ് ഈക്വൽ ടു ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് നിയോൺ ബൈ എന്തെഴുതാം? 2 എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ടാവാം, ഇവിടം വരെയല്ലേ റേഡിയസ് ഉള്ളൂ, പക്ഷേ സാർ ഇവിടെയാണല്ലോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. നമ്മളുടെ വാണ്ടർ വാൾ റേഡിയസ് എന്തായിരിക്കും? ആക്ച്വൽ റേഡിയസിനേക്കാളും എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. ആക്ച്വലി നമ്മൾ വാണ്ടർ വാൾ റേഡിയസ് ആർക്കൊക്കെയാണ് പറയുക? നോക്കൂ, വാണ്ടർ വാൾ റേഡിയസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? നോബൽ ഗ്യാസസിൻ്റെ കേസിൽ നമ്മൾ പറയും, നോബൽ ഗ്യാസസിൻ്റെ കേസിൽ. അതേപോലെ നമ്മൾ നോൺ മെറ്റൽസിൻ്റെ കേസിലും നമ്മൾ വാണ്ടർ വാൾസ് റേഡിയസ് പറയും. ലെറ്റ്സ് സേ നമ്മൾ പറയുകയാണ് ക്ലോറിനും Cl. ഓക്കെ, ഇവരെന്ത് ചെയ്യാണ്? ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിലോ ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ബോണ്ടിങ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ കോവാലന്റ് റേഡിയസ് ഓൾറെഡി ഉണ്ട് അല്ലേ? ആൻഡ് ഇവിടെ എന്തും കൂടെ ഉണ്ടാവും? 2 ക്ലോറിൻ മോളിക്യൂൾ തമ്മിൽ എന്തും കൂടെ ഉണ്ടാവും? ഇവരെ കുറച്ചുകൂടെ
ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വാണ്ടർ വാൾസ് റേഡിയസും കൂടെ ഉണ്ടാകും. വാണ്ടർ വാൾ റേഡിയസ്. ഓക്കെ, അതായത് സിംപ്ലി നോൺ മെറ്റൽസിൽ എന്ത് ചെയ്യും? കോവാലൻ്റ് റേഡിയസും അതേപോലെ വാണ്ടർവാൾ റേഡിയസും എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. വാണ്ടർവാൾ റേഡിയസ് എപ്പോഴും വലുതായിരിക്കും മെറ്റാലിക് റേഡിയസ്. ദാറ്റ് ഇൻ ടേൺ വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്? കോവാലൻ്റ് റേഡിയായി. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ മെഷർ ചെയ്തപ്പോൾ വാണ്ടർവാൾ റേഡിയസ് എന്തായിരുന്നു? കുറച്ച് കൂടുതലായിരുന്നു. അതേസമയം നമ്മൾ മെഷർ ചെയ്തപ്പോൾ കോവാലൻ്റ് റേഡിയസ് എന്തായിരുന്നു? കുറച്ച് കുറവായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് എഴുതാൻ പറ്റും? വാണ്ടർവാൾ റേഡിയസ് വിൽ ബി ഗ്രേറ്റർ ദാൻ എന്താണ്? മെറ്റാലിക് റേഡിയസ്, വിച്ച് ഇൻ ടേൺ വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്? കോവാലൻ്റ് റേഡിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. കോവാലൻ്റ് റേഡിയസും വാണ്ടർവാൾ റേഡിയസും ഓക്സിജൻ്റെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനല്ല പറയുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. വാണ്ടർവാൾ റേഡിയസ് വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്? കോവാലൻ്റ് റേഡിയസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കോവാലൻ്റ് റേഡിയസ് 1.70 ആണ് തന്നിരിക്കുന്നത്. വാണ്ടർവാൾ റേഡിയസ് എന്താണ്? 0.66 ആണ്. ശരിയാണോ? അല്ല. പിന്നെന്താണ്? ഇവിടെ സി ഓപ്ഷൻ നോക്കിയേ, രണ്ടും എന്താണ്? സെയിം ആണ്. ഡി ഓപ്ഷനും രണ്ടും സെയിം ആണ്. തെറ്റാണല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? വാണ്ടർവാൾ റേഡിയസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും കമ്പയർഡ് ടു കോവാലൻ്റ് റേഡിയസ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അയോണിക് റേഡിയേ. രണ്ട് ടൈപ്പിലുള്ള അയോണിക് റേഡിയേ ഉണ്ട് അല്ലേ? കാറ്റയോണും ഉണ്ട്, അതേപോലെ ആനയോണും ഉണ്ട്. ആനയോണും നമുക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കാറ്റയോൺ? നോക്കൂ, സോഡിയം ഒരു ന്യൂട്രൽ ആറ്റമാണ്. ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കാറ്റയോൺ കിട്ടും. കാറ്റയോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ക്ലോറിൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Cl- കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം നമുക്ക്. കാറ്റയോണിക് റേഡിയൈ, ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് ദിസ് ഈസ് Mg. ഓക്കെ, Mg ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 12 എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 12 പ്രോട്ടോൺ ഉണ്ടാവും. ആൻഡ് യു വിൽ ഹാവ് വോട്ട്? 12 ഇലക്ട്രോൺ ആസ് വെൽ. 2, 8, 10, 2, 12. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ Mg ലൂസ് ചെയ്യപ്പെടുകയാണ്. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. അതായത് 2, 8, 10 ഇവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ന്യൂക്ലിയർ ചാർജ് എത്ര തന്നെയാണ്? 12 തന്നെയാണ് അല്ലേ? 12 പ്രോട്ടോൺ ഇവിടെ ഉണ്ടാവും അല്ലേ? മഗ്നീഷ്യത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി, ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നത്. പ്രോട്ടോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഷെല്ല് തന്നെ എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ നിങ്ങൾ പറയൂ, അങ്ങനെയാണെങ്കിലൊക്കെ തന്നെ ഇവിടെ ന്യൂക്ലിയർ ചാർജ് എന്താണ്? റിമെയിൻസ് സെയിം. ന്യൂക്ലിയർ ചാർജിന് എന്താണ്? റിമെയിൻസ് സെയിം. റിമെയിൻസ് സെയിം. ഓക്കെ, ആൻഡ് ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 12 ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് വി ഹാവ് 11 ഇലക്ട്രോൺസ് ഹിയർ. ആൻഡ് വി ഹാവ് വോട്ട്? 10 ഇലക്ട്രോൺസ് ഓവർ ഹിയർ. അപ്പോൾ നിങ്ങൾ പറയൂ, എവിടെയായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുക? ഇവിടെയല്ലേ നല്ല രീതിയിൽ അട്രാക്ഷൻ ഉണ്ടാകുക? 12 പ്രോട്ടോൺ, 12 പോസിറ്റീവ് ചാർജ് 10 ഇലക്ട്രോണിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അതായത് നമുക്ക് സിംപ്ലി പറയാം, ഇവിടെ എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താവും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് കാറ്റയോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോൺ നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോഴും നമ്മളുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അട്രാക്ഷൻ ഉണ്ടാവും. നല്ല രീതിയിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഇവരുടെ അറ്റോമിക് സൈസിനെ ഡിക്രീസിങ് ഓർഡറിൽ ഞാൻ എഴുതാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ആർക്കായിരിക്കും ഏറ്റവും ചെറിയ സൈസ്? ഓഫ് കോഴ്സ് Mg2+ അല്ലേ? ഓരോ ഇലക്ട്രോൺ പോകുമ്പോഴും ഇവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കിതേപോലെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അല്ലേ? Pb4+ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും കമ്പയർഡ് ടു Pb2+, Pb. ഇനി ഇതേപോലെ പറയൂ, Mn കൂടുതലായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ഇനി ആനയോണിക് റേഡിയൈ നോക്കൂ. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഒരു ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് F- ആവുകയാണ്. ഓക്കെ, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ് അല്ലേ? ദിസ് ഇസ് 9.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാ ഇവിടെ എന്തുണ്ടാവും, 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആൻഡ് വി ഹാവ് 1 2 3 4 5 6 ആൻഡ് 7, റൈറ്റ്? ഒരു ഇലക്ട്രോണിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുണ്ടാവും, 8 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? 1 2 3 4 5 6 7 ആൻഡ് 8, 3 6 8. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ, ഇവിടെ 9 പ്രോട്ടോൺ ആണുള്ളത് ആൻഡ് 9 ഇലക്ട്രോൺ ഉണ്ടാവും. ഇതേപോലെ ഇവിടെ 9 പ്രോട്ടോൺസ് ഉണ്ട്, പക്ഷേ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇവരൊക്കെ എന്താണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? ദിസ് ഓൾ ആർ വോട്ട് നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടേക്കാണ് അടുത്തൊരു ഇലക്ട്രോൺ വരുന്നത്. ഈ ഇലക്ട്രോൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാകും. ആ ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം തന്നെ ഇവരുടെ സൈസ് എന്താവും? ഒന്ന് ഇൻക്രീസ് ആവും അല്ലേ? ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോൺ കൂടെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു സെർട്ടൺ റിപ്പൾഷൻ ഉണ്ടാവും, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈസ് എന്താവും? ഒന്ന് ഇൻക്രീസ് ആവും. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൻ്റെ കേസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് അല്ലേ? 9 പ്രോട്ടോൺ ഇപ്പോൾ എത്ര ഇലക്ട്രോണിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? 10 ഇലക്ട്രോണിനെയാണ്. സോ സ്വാഭാവികമായിട്ടും ഇവരുടെ സൈസ് എന്താവും? ഇൻക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സിംപ്ലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പാരൻ്റ് ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പാരൻ്റ് ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ സോഡിയം ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് നിങ്ങളൊരു Na+ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാറ്റയോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും. ഓക്കെ, ഇനി നമ്മുടെ പാരൻ്റ് ആറ്റം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആനയോണായി മാറുകയാണ്. ലെറ്റ്സ് സേ നമ്മൾ പറഞ്ഞ കേസ് എന്തായിരുന്നു? Cl- ആയി മാറുകയാണ്, അല്ലെങ്കിൽ ഫ്ലൂറിൻ മൈനസ് ആവുകയാണ്. അപ്പോൾ ഇവരുടെ സൈസ് എന്താവും? ഇൻക്രീസ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. അതായത് ഇൻ ഷോർട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഒരു പാരൻ്റ് ആറ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ കാറ്റയോണിൻ്റെ സൈസ് എന്തായിരിക്കും? പാരൻ്റ് ആറ്റത്തിനേക്കാളും കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആനയോൺ ആണെങ്കിലോ സ്വാഭാവികമായിട്ടും പാരൻ്റ് ആറ്റത്തിനേക്കാൾ എന്തായിരിക്കും? ഇവരുടെ സൈസ് കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? നോക്കൂ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചു പോരുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിച്ചു പോരുന്നത്. ലെറ്റ്സ് സേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, NH3, CH3-, ഇവിടെയൊക്കെ നോക്കൂ 10 ഇലക്ട്രോൺ ആണ് അല്ലേ? ഇവിടെ എത്രയാണ്? 10 ഇലക്ട്രോൺ ആണ്. ഇവിടെയും എത്രയാണ്? 10 ഇലക്ട്രോൺസ് ആണ്. കാർബണിൽ 6, ഹൈഡ്രജനിൽ 3 എണ്ണം, 9 1 10. ഓക്കെ, അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, F-, നിയോൺ, സോഡിയം പ്ലസ്, Mg2+, ഇവർക്കൊക്കെ എത്ര ഇലക്ട്രോൺ തന്നെയാണ്? 10 ഇലക്ട്രോൺസ് തന്നെയാണ്. ഓക്കെ, അതായത് ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കിയേ നിങ്ങൾ, C4-, N3-, ഈ സ്പീഷീസിനൊക്കെ എത്ര ഇലക്ട്രോൺ ആണ്? 10 ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ ഇവരെന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഞാനിവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഞാനിവിടെ എഴുതുകയാണ്, 10 10 10. നോക്കൂ, ഇതൊക്കെ എന്താണ്? 10 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെ എത്രയായിരിക്കും? പ്രോട്ടോൺ 6 ആണ്, 7 8 9, ആൻഡ് ദിസ് ഇസ് 10 11 12 ആൻഡ് ദെൻ 13. അപ്പോൾ നിങ്ങൾ പറയൂ, എവിടെയാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ? യെസ്, അലൂമിനിയത്തിൻ്റെ കേസിലായിരിക്കും അല്ലേ? അലൂമിനിയത്തിൻ്റെ Z എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ Z എഫക്റ്റീവ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും Z എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? സൈസ് ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവരുടെ സൈസിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? യെസ്, ഇവരുടെ സൈസിൻ്റെ ഓർഡർ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. അതായത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ ആനയോണിൽ ഗ്രേറ്റർ ദി നെഗറ്റീവ് ചാർജ് സൈസ് എന്തായിരിക്കും? സൈസ് ലാർജർ ദി സൈസ്. അതായത് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ,
ഇവിടെ എഫ് മൈനസും ഉണ്ട് O2 മൈനസും ഉണ്ട്. എഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാണ്? യെസ്, 10 ഇലക്ട്രോൺ ആണ്. O2 മൈനസും എന്താണ്? 10 ഇലക്ട്രോൺ ആണ്. ഇവർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്, ആനയോൺ ആണ്. അപ്പോൾ ഇവർക്ക് ആർക്കായിരിക്കും കൂടുതൽ സൈസ്? ഓഫ് കോഴ്സ് O2 മൈനസ് വിൽ ഹാവ് ഗ്രേറ്റർ സൈസ് ദാൻ വോട്ട്? എഫ് മൈനസ്. അതേപോലെ കാറ്റയോൺ ആണെങ്കിലോ? കാറ്റയോണിനാണെങ്കിൽ ഗ്രേറ്റർ ദി പോസിറ്റീവ് ചാർജ് ഓക്കെ, സ്മോളർ ഇൻ സൈസ്. എന്തായിരിക്കും? സ്മോളർ ഇൻ സൈസ്. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ് അല്ലേ? നോക്കൂ, Al3+ എന്താണ്? സൈസ് കുറവാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ പോലും നോക്കൂ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആനയോൺ എല്ലാവരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ആനയോൺ എന്തായിരിക്കും? സൈസ് കൂടുതലായിരിക്കും. സോ ദാറ്റ് വിൽ ബി O2 മൈനസ് എന്താണ്? ഏറ്റവും കൂടുതലാണ്. ദെൻ കംസ് വോട്ട്? എഫ് മൈനസ് എന്തായിരിക്കും? Na+Mg2+. ഇൻക്രീസിങ് ഓർഡർ ആണ് അല്ലെ? ഇവരുടെ കാറ്റയോണിന്റെ ചാർജ് കൂടുമ്പോൾ നോക്കൂ, കാറ്റയോണിന്റെ ചാർജ് കൂടുമ്പോൾ എന്തായിരിക്കും? സൈസ് എന്താവും? സ്മോളർ ആവും. അതേപോലെ നിങ്ങൾക്ക് ഇതിനെയും അറേഞ്ച് ചെയ്തൂടെ? K+Ca2+. നോക്കൂ, എന്ത് വരും? Ca2+ ലെസ് ദാൻ വോട്ട്? K+ ലെസ് ദാൻ Cl മൈനസ് ലെസ് ദാൻ S2 മൈനസ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തതായിട്ട് അറ്റോമിക് സൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗ്രൂപ്പിലും പീരിയഡിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണ്, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഓക്കെ, ആൻഡ് ലിഥിയം 3, 11 ആൻഡ് 19. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1s2 2s1 എന്ന് എനിക്ക് എഴുതാം. സോഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ 1s2 2s2 2p6 3s1. ഓക്കെ, പൊട്ടാഷ്യം ആണെങ്കിലോ 1s2 2s2 2p6 3s2 3p6 ആൻഡ് 4s1 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി പോകാം അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെയൊക്കെ ഈ 2 3 4 എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ദേ റെപ്രസെൻറ്റ് നമ്പർ ഓഫ് ഷെൽ. എന്താണ്? നമ്പർ ഓഫ് ഷെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യപ്പെടും അല്ലേ? അതായത് റേഡിയസ് ഇസ് ഈക്വൽ ടു 0.529 n² എന്ന് നമ്മൾ ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഈ n കൂടും തോറും, അതായത് നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റേഡിയസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യപ്പെടും. സോ സിംപ്ലി നമുക്ക് പറയാം, ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, എന്ത് ചെയ്യും? സൈസ് വാട്ട് ഹാപ്പൻസ്? സൈസ് ഇൻക്രീസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി പീരിയഡിൻ്റെ കേസിലാണെങ്കിലോ ഞാനിവിടെ സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റ് എഴുതിയിട്ടുണ്ട്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് വാട്ട് ഹാപ്പൻസ്? ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, Z എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സൈസ് എന്ത് ചെയ്യും? സൈസ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലെറ്റ്സ് സേ അലോങ് ദ പീരീഡിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതേപോലെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് Z എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അലോങ് ദ പീരീഡ് സൈസ് എന്താവുകയാണ്? സൈസ് ഡിക്രീസസ് ബിക്കോസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താവുകയാണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ നിങ്ങളുടെ സൈസ് എന്തായിരിക്കും? ബോറോൺ ഗ്രേറ്റർ ദാൻ കാർബൺ, നൈട്രജൻ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സൈസിൻ്റെ ഓർഡർ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ഇനി ഈ കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൈട്രജൻ ഇവിടെയാണ്, ഫോസ്ഫറസ് ഇവിടെയായിരിക്കും, ഓക്സിജൻ ഇവിടെയാണ്, സൾഫർ ഇവിടെയാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് സെക്കൻഡ് പീരീഡ് ആണ് അല്ലേ? ദിസ് ഇസ് ആക്ച്വലി സെക്കൻഡ് പീരീഡ് ആണ്. ആൻഡ് ഫോസ്ഫറസും സൾഫറൊക്കെ എവിടെയാണ്? തേർഡ് പീരീഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയും സൈസ് എന്തായിരിക്കും? നൈട്രജൻ ഓക്സിജനേക്കാളും കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, അതായത് ഫോസ്ഫറസും സൾഫറിനും എന്തായിരിക്കും? സൈസ് കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, ഫോസ്ഫറസിനും സൾഫറിനും ആർക്കായിരിക്കും കൂടുതൽ സൈസ്? ഓഫ് കോഴ്സ് ഫോസ്ഫറസിനായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? അലോങ് ദ പീരീഡ്, ഫോസ്ഫറസിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അലോങ് ദ പീരീഡ് എന്ത് ചെയ്യുന്നു? സൈസ് എന്ത് ചെയ്യുന്നു? സൈസ്
ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്, സൈസ് ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. അതായത് യുവർ ഫോസ്ഫറസ് വിൽ ഹാവ് മോർ സൈസ് ദാൻ വോട്ട് സൾഫർ. ഓക്കെ, ഇനി എന്താണ്, ഇനി നൈട്രജനും ഓക്സിജനും. സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും കൂടുതൽ സൈസ്? നൈട്രജൻ ആയിരിക്കും അല്ലേ, എന്നിട്ട് ഓക്സിജൻ വരും. ഓക്കെ, ആൻഡ് യെസ്, ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി ഇൻക്രീസിങ് ഓർഡർ ആണ് അല്ലേ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡർ ആണ്. ഡിക്രീസിങ് ഓർഡർ ആകുമ്പോൾ എന്തായിരിക്കും? ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ സൾഫർ, നൈട്രജൻ, ഓക്സിജൻ എന്ന് വരും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ചോദ്യം ഇതേപോലെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതാ കാർബൺ ഇവിടെയാണ് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സിലിക്കൺ, ഇങ്ങനെയല്ലേ വരുന്നത്? യെസ്. അപ്പോൾ ആരുടേതായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ്? ആർക്കായിരിക്കും? യെസ്, താഴെയുള്ള ഈ പീരിയഡിന് അല്ലേ. ദിസ് ഇസ് സെക്കൻഡ് ആൻഡ് ദിസ് ഇസ് തേർഡ് പീരീഡ്. അതായത് ഡൗൺ ദ ഗ്രൂപ്പിൽ ഇവർക്ക് സൈസ് കൂടുതലായിരിക്കും. സിലിക്കണിനാണോ ഫോസ്ഫറസിനാണോ സൈസ് കൂടുതൽ? യെസ്, സിലിക്കണിനായിരിക്കും സൈസ് കൂടുതൽ. ദെൻ കംസ് വോട്ട്? ഫോസ്ഫറസ്. അടുത്തെന്തായിരിക്കും? കാർബൺ ആയിരിക്കും. ദെൻ കംസ് വോട്ട്? നൈട്രജൻ. അതേപോലെ ഇവരെയും നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, നൈട്രജൻ ഇവിടെ ഉണ്ട് അല്ലേ. നൈട്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ആൻഡ് വി ഹാവ് വോട്ട്? ബ്രോമിൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ആർക്കായിരിക്കും? യെസ്, ഗ്രൂപ്പിലെ താഴെയുള്ള എലമെൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ബ്രോമിൻ. പിന്നെ ആർക്കായിരിക്കും? സൾഫറിനാണോ ക്ലോറിനാണോ? ഓഫ് കോഴ്സ് സൾഫറിനായിരിക്കും അല്ലേ. പിന്നീട് ക്ലോറിൻ വരും. ദെൻ കംസ് വോട്ട്? ദെൻ ഇനിയൊക്കെ ഈസിയാണ് അല്ലേ. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്ന് വരും. ഇനി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, എന്നിട്ട് സൈസിൻ്റെ ഓർഡറിൽ എഴുതാൻ പറയും. നോക്കൂ, ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 2 ആണ്. അതായത് ഇവരൊക്കെ എന്താണ്? സെക്കൻഡ് പീരിയഡിലുള്ള എലമെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് പീരിയഡിലുള്ള എലമെൻ്റ് ആണെങ്കിൽ അലോങ് ദി പീരിയഡ് എന്താവും? അലോങ് ദ പീരിയഡ് സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ എന്തായിരിക്കും? ഏറ്റവും വലിയ സൈസ് ആയിരിക്കും. പിന്നീട് ബി, പിന്നീട് എന്തായിരിക്കും? സി, ദെൻ കംസ് വോട്ട്? ഡി. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓപ്ഷൻ. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നോക്കി നിങ്ങൾ ഇവിടെ ശരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഇവിടെ എൻ വാല്യൂ എത്രയാണ്? 2, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2. ഇവിടെയാണെങ്കിലോ ദിസ് ഇസ് 3, ഇവിടെയും എന്താണ്? 3 ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓഫ് കോഴ്സ് തേർഡ് പീരിയഡിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ സൈസ്. അതായത് ബിയും സിയും നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ അലോങ് ദ പീരീഡ് ആണ് അല്ലേ. 3s1 ആണ്, ഇത് 3s2, 3p4 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എന്തായിരിക്കും? സൈസ് കൂടുതലായിരിക്കും. എന്നിട്ട് ആരുടെ സൈസ് വരും? സി വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പക്ഷേ എൻ്റെയും ഡിൻ്റെയും കേസ് നിങ്ങളൊന്ന് നോക്കിയേ. ഇതാരാണ്? ഇത് ആക്ച്വലി ബെറിലിയം ആണ് അല്ലേ. 1s2, 2s2. ഇനി ഡി എന്താണ്? ഡി ആക്ച്വലി നിയോൺ ആണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബെറിലിയത്തിൽ നിന്ന് നിയോണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോങ് ദി പീരീഡ് എന്തായിരിക്കും? അലോങ് ദ പീരിയഡ് സൈസ് ഡിക്രീസ് ചെയ്യും. സൈസ് ഡിക്രീസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. ഓക്കെ, അപ്പോൾ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവരുടെ റേഡിയസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? വാണ്ടർ വാൾ റേഡിയസ് ആണ്. എന്താണ്? വാണ്ടർ വാൾസ് റേഡിയസ് ആണ്. അപ്പോൾ ഇവരുടെ റേഡിയസ് എന്തായിരിക്കും? ഈ പീരിയഡിൽ ഏറ്റവും കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ദിസ് വിൽ ബി, ഇവിടെയല്ല വരിക, മറിച്ച് ഈ നിയോണിൻ്റെ സൈസ് എന്തായിരിക്കും? ഏറ്റവും ഫസ്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ ലിഥിയം കൂടെ എഴുതി ചേർക്കാം. അതായത് നമ്മൾ നോക്കുമ്പോൾ ബി, സി, പിന്നെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈസ്? പിന്നെ വരുന്നത് ഡി ആണ്. എന്നിട്ടേ ആര് വരൂ? എ വരൂ. സോ ദിസ് വിൽ ബി അവർ ഓപ്ഷൻ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ സിംപ്ലി ഇത്രയും പറഞ്ഞാൽ മതി. ഇൻ ദ റെസ്പെക്റ്റീവ് പീരീഡ്സ്, ലെറ്റ്സ് സേ റെസ്പെക്റ്റീവ് പീരിയഡ്സ്, നോബിൾ ഗ്യാസസ് ആർക്കാണ്? നോബിൾ ഗ്യാസസ് will have greater radius, greater atomic radius എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഞാൻ പറയുകയാണ് തേർഡ് പീരീഡിൽ, ഇപ്പോൾ സെക്കൻഡ് പീരീഡിൽ ആർക്കാണ്? യെസ്, നിയോണിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തേർഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ തേർഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ സൈസ് ആർക്കായിരിക്കും? ആർഗണിനായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ.
യെസ്. ഇനി അടുത്തൊരു ചോദ്യം, ഇഫ് ദ ഡിഫറൻസ് ഇൻ അറ്റോമിക് സൈസ് ഓഫ് സോഡിയം ടു ലിഥിയം, ലെറ്റ്സ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. ഓക്കെ, അപ്പോൾ ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് പോകുമ്പോഴുള്ള ഡിഫറൻസ് ഇൻ അറ്റോമിക് സൈസ് എത്രയാണ്? എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ പൊട്ടാഷ്യത്തിൽ നിന്ന് റുബീഡിയത്തിലേക്ക് പോകുമ്പോൾ വൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സീഷ്യത്തിൽ നിന്ന് ഫ്രാൻഷ്യത്തിലേക്ക് വരുമ്പോൾ, സീഷ്യത്തിൽ നിന്ന് ഫ്രാൻഷ്യം, ഓക്കെ, സീഷ്യം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഫ്രാൻഷ്യം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ്? സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ കറക്റ്റ് ഓർഡർ വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, താഴോട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് സൈസ് എന്ത് ചെയ്യും? സൈസ് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്പർ ഓഫ് ഷെൽ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഇവരുടെയൊക്കെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോൺസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. സെഡ് എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യാണ്. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് ഇവരുടെ അറ്റോമിക് നമ്പർ 3, 11, 19 എത്രയാണ്? 37, 55 ആൻഡ് 87. ദാറ്റ് മീൻസ് സെഡ് എഫക്റ്റീവ് എന്താണ്? ഒരു പ്രിഡോമിനൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താവും? സൈസ് എന്താവും? കുറച്ചൊന്ന് കുറയും. അതായത് സീഷ്യത്തിൽ നിന്ന് ഫ്രാൻഷ്യത്തിലേക്ക് വരുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സെഡ് എഫക്റ്റീവ് കൂടുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടും. ഓഫ് കോഴ്സ് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെത്രത്തോളം കൂടുന്നു? ഇവിടെ ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് പോകുമ്പോൾ എത്ര കൂടുന്നോ അത്രത്തോളം എന്ത് ചെയ്യത്തില്ല? സീഷ്യത്തിൽ നിന്ന് ഫ്രാൻഷ്യത്തിലേക്ക് പോകുമ്പോൾ കൂടത്തില്ല. കാരണം എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ സെഡ് എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ഓപ്ഷൻ വരിക. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ഇനി സെഡ് എഫക്റ്റീവ് ആൻഡ് ഷീൽഡിംഗ് എഫക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെഡ് എഫക്റ്റീവ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഷീൽഡിംഗ് എഫക്റ്റ് നമുക്കറിയാം. ഷീൽഡിംഗ് എഫക്റ്റിൻ്റെ ഓർഡർ എന്താണ്? എസ് ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എഫ് ആണ്. നമുക്കറിയാം ഡിയും എഫും ഇവർക്ക് എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് അല്ലേ? ഇവർക്ക് ന്യൂക്ലിയർ ചാർജിനെ ഷീൽഡ് ചെയ്യാൻ പറ്റത്തില്ല. പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. സൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷീൽഡിംഗ് ഓർ സ്ക്രീനിങ് എഫക്റ്റ്. ഷീൽഡിങ്ങോ അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ കാര്യം? അതായത് വളരെ പുവർ ഷീൽഡിംഗ് ആണെങ്കിൽ സൈസും എന്തായിരിക്കും? ചെറുതായിരിക്കും. ലെറ്റ്സ് സേ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്താണ്? ലാന്തനോയിഡ്സ് ആണ്. നിങ്ങൾ നോക്കി, ലാന്തനോയിഡ്സ് നിങ്ങളോട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സീറിയം ടു ലുട്ടേഷ്യം ആണ് അല്ലേ? നിങ്ങൾ സീറിയത്തിൻ്റെ ലന്താനം ഇവിടെ ഉണ്ട്. സീറിയം ടു നോക്കി നിങ്ങൾ ലുട്ടേഷ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാജുവൽ ഡിക്രീസ് കാണാൻ പറ്റുന്നില്ലേ? അതായത് ബേസിക്കലി എന്താണ്? എഫ് സബ്ഷെല്ലിന് എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. എഫ് സബ്ഷെൽ ആസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണെങ്കിൽ നോക്കിയേ, ഇവിടെ എന്താ ഞാൻ റിലേഷൻ എഴുതി തന്നത്? സൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷീൽഡിംഗ്. അതായത് ഷീൽഡിംഗ് പുവർ ആണെങ്കിൽ സൈസും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഷീൽഡിംഗ് നല്ല രീതിയിലാണ് ഉണ്ടെങ്കിൽ സൈസ് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പുവർ ഷീൽഡിംഗ് ആണ്. അപ്പോൾ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മൾ ലന്താനത്തിൽ നിന്ന് ലുട്ടേഷ്യത്തിലേക്ക് പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ഇതിൻ്റെ റീസൺ എന്താണ്? റീസൺ ഈസ് ബിക്കോസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ആരുടേത്? യെസ്, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റൽസ്. ഓക്കെ, എഫ് ഓർബിറ്റൽസ് ഇവരുടെ ഒരു അപ്ലിക്കേഷനാണ് സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും അപ്ലിക്കേഷൻ. സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും സൈസ് എന്താണ്? സിമിലർ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് നമ്മുടെ സിർക്കോണിയം. ഇത് അറ്റോമിക് നമ്പർ എത്രയാണ്? സിർക്കോണിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 40 ആണ്. ഓക്കെ, ഇനി താഴെ വരുന്നത് ഹാഫ്നിയമാണ്. ഹാഫ്നിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 72 ആണ്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് അല്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് ആവുമ്പോൾ സൈസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇവരുടെ ഹാഫ്നിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 72 ആണ്.
ലെറ്റ്സ് സേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇതാണ് നമ്മുടെ ലന്താനം. ലന്താനത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 57. ഈ ലന്താനം കഴിഞ്ഞിട്ട് ഹാഫ്നിയത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ലാന്തനോയിഡ് സീരീസിലേക്ക് നമ്മൾ കടക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് സീറിയം മുതൽ ലുട്ടേഷ്യം വരെ പോയിട്ടേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഹാഫ്നിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ ലാന്തനൈഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ലന്താനത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് പോകുന്നു. അതിനുശേഷമാണ് എവിടെ വരുന്നത്? ഹാഫ്നിയത്തിലേക്ക് വരുന്നത്. വിച്ച് മീൻസ് എന്തായിരിക്കും? ഇവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യണം. ഡൗൺ ദ ഗ്രൂപ്പിൽ സൈസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു? സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും സൈസ് എന്താവുന്നു? സിമിലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആസ് സിമിലർ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയായി ബിക്കോസ് ഓഫ് വാട്ട്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ബിക്കോസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് പറയാം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എന്താണ്? എഫ് ഓർബിറ്റൽസ് ആണെന്ന് മനസ്സിലാക്കുക. നൗ മൂവിങ് ഓൺ. ഇനി ഇതേപോലെ അറ്റോമിക് സൈസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻസിനും എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത് ആർക്കൊക്കെയാണ്? യെസ്, ഡി സബ്ഷെല്ലിനും ആൻഡ് എഫ് സബ്ഷെല്ലിനുമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ഡി ആൻഡ് എഫിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ. എന്നിരുന്നാലും നോക്കൂ, ഇവിടെ നിന്ന് സ്കാൻഡിയം ടു മാംഗനീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലായി അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടും. ഇനി എഫ് ഇ കൊബാൾട്ട് നിക്കൽ ഇവരുടെ അറ്റോമിക് സൈസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അറ്റോമിക് സൈസ് ഓൾമോസ്റ്റ് എന്താണ്? സിമിലർ ആണ്. ഓക്കെ, ആൻഡ് ഈ കോപ്പറിലും സിങ്കിലേക്കും വരുമ്പോൾ എന്താവും? അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്? 3D സീരീസിലുള്ള എലമെൻ്റ് ആണ്. ലെറ്റ്സ് ഞാനിവിടെ എഴുതാം. സ്കാൻഡിയം, ടൈറ്റേനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, എഫ് കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, ഇത്ര എലമെൻ്റ് ആണ്. ഇവിടെ സ്കാൻഡിയം ടു മാംഗനീസ് എന്ത് ചെയ്യുന്നു? അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അലോങ് ദ പീരീഡ് ആണല്ലോ പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വിൽ ബി ഗ്രേറ്റർ ദാൻ വാട്ട്? ഷീൽഡിംഗ് എഫക്റ്റ്. ഇനി ഈ എഫ് കൊബാൾട്ട് നിക്കലിൽ എന്താ സംഭവിക്കുക? ഇതാ ഞാൻ ഒന്ന് ഇങ്ങോട്ട് എടുത്തെഴുതാം കേട്ടോ, ഒരു മിനിറ്റ്. ഈ എഫ് കൊബാൾട്ട് നിക്കലിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെഡ് എഫക്റ്റീവും ഷീൽഡിംഗ് എഫക്റ്റും എന്തായിരിക്കും? ഓൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ അറ്റോമിക് സൈസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇനി കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഷീൽഡിംഗ് എഫക്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഡി ഇലക്ട്രോൺസ് കോപ്പറിൽ എത്രയാണ്? നോക്കൂ, കോപ്പറിലും സിങ്കിലും ഓക്കെ D10 ആണല്ലേ? D10 കോൺഫിഗറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഷീൽഡിംഗ് എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? സെഡ് എഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എന്തായിരിക്കും? സൈസ് എന്താവും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് എന്താവും? ഡിക്രീസ് ചെയ്യും. ദെൻ വാട്ട് ഹാപ്പൻസ്? കോൺസ്റ്റൻ്റ് ആവും. പിന്നീട് എന്താവും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെയുള്ള ഒരു കേസാണ് അലൂമിനിയത്തിൻ്റെയും ഗാലിയത്തിൻ്റെയും കേസ്. നോക്കൂ, ബോറോൺ, അലൂമിനിയം ആൻഡ് ഗാലിയം. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? സൈസ് ഡൗൺ ദ ഗ്രൂപ്പ് ആണല്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് ആവുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മുടെ സൈസിൻ്റെ ഓർഡർ എന്തായിരുന്നേ? ഗാലിയം ഗ്രേറ്റർ ദാൻ അലൂമിനിയം ഗ്രേറ്റർ ദാൻ ബോറോൺ ആയിരുന്നേ. ദിസ് ഇസ് മൈ എക്സ്പെക്റ്റഡ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ദിസ് ഇസ് നോട്ട് കറക്റ്റ്. ഇവിടെ ബോറോൺ എത്രാമത്തെ പീരീഡിലാണ്? സെക്കൻഡ് പീരീഡിലാണ്. അലൂമിനിയം തേർഡ് പീരീഡിലാണ്. ഗാലിയം വരുന്നത് എവിടെയാണ്? ഫോർത്ത് പീരീഡിലാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഫോർത്ത് പീരീഡിൽ എന്തിൻ്റെ ഇൻസേർഷൻ ഉണ്ട്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇവിടെ ഡി ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഡി ഇലക്ട്രോൺസിന് എന്തായിരിക്കും? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആയിരിക്കും. പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. അങ്ങനെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണെങ്കിൽ ഇവരുടെ സൈസ് എന്താവും? ഡിക്രീസ് ചെയ്യപ്പെടും. സൈസ് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞായിരുന്നു ഷീൽഡിംഗ് എഫക്റ്റ് പുവർ ആണെങ്കിൽ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് നമ്മുടെ ആക്ച്വൽ ഓർഡർ എന്താണെന്നറിയോ? ദാറ്റ് വിൽ ബി കമ്മിങ് ലൈക്ക് ദിസ്. അലൂമിനിയം വിൽ ഹാവ് ഗ്രേറ്റർ സൈസ് ദാൻ വാട്ട്? ഗാലിയം. ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളോട് ചോദിക്കാം അലൂമിനിയം ഗാലിയം ഇവർക്ക് ആർക്കാണ് സൈസ് കൂടുതലെന്ന്. ആർക്കായിരിക്കും? നമ്മൾ വിചാരിക്കും ഡൗൺ ദ ഗ്രൂപ്പ് അല്ലേ, ഗാലിയത്തിനല്ലേ എന്ന് വിചാരിക്കും.
പക്ഷേ ആർക്കാണ് സൈസ് കൂടുതൽ? അലൂമിനിയത്തിനാണ് ഗാലിയത്തിനേക്കാൾ സൈസ് കൂടുതൽ. കാരണം എന്താണ്? ഇൻസേർഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്നു. ആ ഡി ഇലക്ട്രോൺസിന് എന്തായിരിക്കും? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സൈസ് എന്തായിരിക്കും? ഗാലിയത്തിൻ്റെ സൈസ് അലൂമിനിയത്തിനേക്കാൾ കുറവായിരിക്കും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ആൻഡ് ഈ പോർഷനിലെ അവസാനത്തെ 2 ടോപ്പിക് ഹൈഡ്രേറ്റഡ് റേഡിയായി ആൻഡ് ഡെൻസിറ്റി. നോക്കാം നമുക്ക് എന്താണെന്ന്. ലെറ്റ്സ് സേ ഹൈഡ്രേറ്റഡ് റേഡിയായി. ലെറ്റ്സ് സേ ഞാൻ Li+ എടുക്കുകയാണ്. ദിസ് ഇസ് എൻ അയോൺ. ഓക്കെ. ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹൈഡ്രേറ്റഡ് വാട്ടറിൻ്റെ പ്രസൻസിൽ, അതായത് സോൾവെൻറ്റ് വാട്ടർ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് വാട്ടർ ഒരു ലെയർ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ലെയറല്ല, ഇവിടെയൊക്കെ എന്തുണ്ടാവും? മൾട്ടി ലെയർ വാട്ടർ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ ദർ വിൽ ബി എ ലോട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് റേഡിയ എന്ന് പറഞ്ഞാൽ ഈ അയോണിൻ്റെ സെൻറ്ററിൽ നിന്ന് വാട്ടറിൻ്റെ ലാസ്റ്റ് ലെയറുമായിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ടു എവിടെ വരെയാണ്? യെസ്, ലാസ്റ്റ് ലെയർ വരുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രേറ്റഡ് റേഡിയ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഓക്കെ, സ്മോളർ ദി അയോൺ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്മോളർ ദി അയോൺ ഗ്രേറ്റർ വിൽ ബി ദി ഹൈഡ്രേഷൻ. ഓക്കെ, അതായത് സിംപ്ലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൽക്കലി മെറ്റൽസ് എടുക്കുകയാണെന്ന് വിചാരിക്കൂ. Li+, Na, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. ഓക്കെ, ഇവിടെ ആർക്കായിരിക്കും കൂടുതൽ ഹൈഡ്രേഷൻ? ഇതാണ് നമ്മുടെ സ്മോളർ അയോൺ. ഇവർക്ക് എന്തായിരിക്കും? ഗ്രേറ്റർ ഹൈഡ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീഷ്യം പ്ലസ്, ഓഫ് കോഴ്സ് ഇവരെന്തായിരിക്കും? സീഷ്യം കമ്പയർഡ് ടു ലിഥിയം എന്താണ്? ലാർജർ അയോൺ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ലെസ് ഹൈഡ്രേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ ഹൈഡ്രേറ്റഡ് റേഡിയയുടെ ഓർഡർ പറയുകയാണെങ്കിൽ, ഇവിടെ ഒരുപാട് വാട്ടർ മോളിക്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ ലിഥിയത്തിൻ്റെ ഹൈഡ്രേറ്റഡ് റേഡിയ എന്താവും? വളരെയധികം ഇൻക്രീസ് ആവും. അതേസമയം സീഷ്യത്തിൻ്റെതാവുമ്പോൾ, ദിസ് ഇസ് ആക്ച്വലി സീഷ്യം എന്ന് വിചാരിക്കുക, ഇവിടെ എന്ത് ചെയ്യത്തില്ല? വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യത്തില്ല? ഹൈഡ്രേറ്റഡ് ലെയർ ഫോം ചെയ്യത്തില്ല, മൾട്ടി ലെയർ ഫോർമേഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ കം സംതിങ് ലൈക്ക് ദിസ്: Li+, ഓക്കെ, പിന്നെന്തായിരിക്കും? Na+, K+, Rb+, ആൻഡ് സീഷ്യം പ്ലസ് എന്ന് വരും. ഓഫ് കോഴ്സ് ദിസ് വിൽ ബി വാട്ട് ഇൻ ഫേസ്? അക്വസ് ആയിരിക്കും കേട്ടോ, അക്വസ്. ഓക്കെ, ഇനി ഗ്യാഷ്യസ് ഫേസിലാണെങ്കിലോ സിംപ്ലി നമ്മളോട് പറയുകയാണ് Li+, Na+, K+, Rb+, സീഷ്യം പ്ലസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ റേഡിയസ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക. പക്ഷേ ഇതൊക്കെ എന്താണ്? ഗ്യാഷ്യസ് ഫേസിലാണ്. ഓക്കെ, പക്ഷേ നിങ്ങളോട് പറയുകയാണ് അക്വസ് ഫേസിലാണെങ്കിൽ ബിക്കോസ് ഓഫ് ഹൈഡ്രേഷൻ, സ്മോളർ ദി അയോൺ ഗ്രേറ്റർ വിൽ ബി ദി ഹൈഡ്രേഷൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹൈഡ്രേറ്റഡ് റേഡിയ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ലെറ്റ്സ് സേ F- അക്വസ്. ഓക്കെ, അതേപോലെ Cl- അക്വസ്, Br- അക്വസ്. ആർക്കായിരിക്കും കൂടുതൽ? യെസ്, ഓഫ് കോഴ്സ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ ഫ്ലൂറിൻ ആയിരിക്കും. കാരണം എന്താ? ഫ്ലൂറിൻ്റെ സൈസ് എന്താണ്? കുറവാണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി ഇവരുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അയോണിക് മൊബിലിറ്റി. നോക്കൂ, അയോണിക് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കൂ, അയോണിക് മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രേറ്റഡ് റേഡിയ. ഓക്കെ, നമ്മൾ പറയത്തില്ലേ ചെറിയ കുട്ടികൾ വളരെ സ്പീഡിൽ ഓടും അല്ലേ? അതേസമയം വലിയ ആളുകൾ എന്തായിരിക്കും? മെല്ലെ മെല്ലെ നടക്കൂ. യെസ്, അപ്പോൾ ബേസിക്കലി ഇത്രയേ പറയുന്നുള്ളൂ. ഹൈഡ്രേറ്റഡ് റേഡിയ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഓക്കെ, അയണിക് മൊബിലിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് എൻ്റെ അയണിക് മൊബിലിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ഓപ്പോസിറ്റ് ഓഫ് ദിസ്. അതായത് സീഷ്യം പ്ലസ് Rb+, പിന്നെ ആരായിരിക്കും? സീഷ്യം, Rb, പൊട്ടാഷ്യം, Na+, ആൻഡ് Li+ ആയിരിക്കും. ഓഫ് കോഴ്സ് ഇവിടെ എന്ത് നമ്മൾ എഴുതണം? ഇവിടെ അക്വസ് എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതണം കേട്ടോ. ഹൈഡ്രേറ്റഡ് ആണ്. ഓക്കെ, അയണിക് മൊബിലിറ്റി. ഓക്കെ, അതേപോലെ I- അക്വസിനായിരിക്കും അയണിക് മൊബിലിറ്റി. എന്താ സംസാരിക്കുന്നത്? അയോണിക് മൊബിലിറ്റി ആണ് കേട്ടോ. അയണിക് മൊബിലിറ്റി കൂടുതലായിരിക്കും കമ്പയർഡ് ടു
Br minus and Cl minus etc. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് ടു ബോട്ടം നമ്മൾ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ഇവരുടെ കേസാണ് എനിക്ക് മെയിൻലി പറയേണ്ടത്. റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം. ഡൗൺ ദ ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം മാസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മാസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്, അല്ലേ? അപ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ടോപ്പ് ടു ബോട്ടം എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും കേസ് വരുമ്പോൾ നോക്കൂ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇറ്റ് ഇസ് 1s2, 2s2, 2p6, 3s1, റൈറ്റ്? ആൻഡ് പൊട്ടാഷ്യത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് 19 ആൻഡ് ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്: 1s2, 2s2, 2p6, 3s2, 3p6 ആൻഡ് വി വിൽ ഹാവ് 3d, 0. ഡിയിൽ ഇലക്ട്രോൺസ് ഇല്ല, പക്ഷേ ഡി സബ്ഷെൽ ഉണ്ട്, അല്ലേ? ആൻഡ് വി ഹാവ് വാട്ട്? 4s1. ഇങ്ങനെ ഈ ഡി സബ്ഷെൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവരുടെ വോളിയം എന്ത് ചെയ്യുന്നു? വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും വോളിയത്തിന്. സോഡിയത്തിൽ നിന്ന് പൊട്ടാഷ്യത്തിലേക്ക് വരുമ്പോൾ ഒരു വോളിയം വളരെ നല്ല രീതിയിൽ, ഗ്രേറ്റർ രീതിയിൽ എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഓഫ് കോഴ്സ് മാസ് എന്ത് ചെയ്യും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്, അല്ലേ? മാസ് ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വോളിയം എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡെൻസിറ്റി എന്താവുന്നു? ഡെൻസിറ്റി ആക്ച്വലി ഡിക്രീസസ്. എന്ന് പറഞ്ഞാൽ സിംപ്ലി ഞാൻ പറയുകയാണ്, പൊട്ടാഷ്യത്തിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? സോഡിയത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായിരിക്കും എന്ന് ഞാൻ പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എക്സ്പെക്റ്റഡ് ഓർഡർ എന്തായിരുന്നു? ഡെൻസിറ്റിയുടെ എക്സ്പെക്റ്റഡ് ഓർഡർ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? എക്സ്പെക്റ്റഡ് ഓർഡർ ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് ബിക്കോസ് മാസ് എന്താണ്? ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് ഈസ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. പക്ഷേ ഈ കേസിൽ സോഡിയത്തിൽ നിന്ന് പൊട്ടാഷ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു അബ്രപ്റ്റ് വോളിയം ഇൻക്രീസ് ഉണ്ട്. വോളിയം വല്ലാതെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. ആൻഡ് ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഓർഡർ. നമ്മുടെ ആക്ച്വൽ ഓർഡർ അതുകൊണ്ട് എന്തായിരിക്കും? ആക്ച്വൽ ഓർഡർ വിൽ ബി ലൈക്ക് ദിസ്: ലിഥിയം, പൊട്ടാഷ്യം, സോഡിയം, റുബീഡിയം ആൻഡ് സീഷ്യം. ഒരൊറ്റ കാര്യം ആലോചിച്ച് വെക്കുക, ദ ഡെൻസിറ്റി ഓഫ് പൊട്ടാഷ്യം ഈസ് ലെസ് ദാൻ വോട്ട്? സോഡിയം. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറ്റോമിക് റേഡിയസുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സെഷൻസിൽ നമുക്ക് അയണൈസേഷൻ എന്താൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കവർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.